ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ അവിയലിൻ്റെ റെസിപ്പിയാട്ടോ. നമ്മുടെ സദ്യയുടെയൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അവിയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാം. അപ്പോൾ ഈ അവിയൽ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഇതുപോലെ ഒരു കടായിലേക്ക് അല്ലെങ്കിൽ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ആഡാക്കി കൊടുക്കുക. വെജിറ്റബിൾസൊക്കെ നീളത്തിനാണ് കട്ട് ചെയ്ത് ആഡാക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് മത്തനാണ്, പിന്നെ ചേന, പിന്നെ അത് കഴിഞ്ഞിട്ട് കുമ്പളങ്ങ, പിന്നെ ക്യാരറ്റ്, ബ്രിഞ്ചോൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളരിക്ക ഉണ്ടല്ലോ, വെള്ളരിക്ക, പിന്നെ ബീൻസ്, ഇതെല്ലാം ആഡാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുരിങ്ങയ്ക്ക ഉണ്ടല്ലോ, മുരിങ്ങയ്ക്ക ഞാനിങ്ങനെ നടുകെ കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ നടുകെ കീറാതെ ചിലരിടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.25 ടീസ്പൂണൊക്കെ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് ഓരോരുത്തർക്ക് വേണ്ടതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും വെളിച്ചെണ്ണ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കുറച്ച് നല്ല ടേസ്റ്റും പിന്നെ ഒരു എന്താ പറയുക, ഒരു പെർഫെക്റ്റ് ഒരു നാടൻ ടേസ്റ്റൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വെച്ച് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഈ വെളിച്ചെണ്ണയും ഈ ഉപ്പും ഒക്കെ ഈ വെജിറ്റബിൾസിലൊക്കെ നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യേണ്ടത് കേട്ടോ. ആദ്യം ഇതെല്ലാം ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം വെള്ളം വേണ്ടവർക്ക് കുറച്ച് വെള്ളം, അല്ലാതെ ചെറിയ തീയിലിട്ട് ഈ വെജിറ്റബിൾസ് വേവിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും മതി. ഇതിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പം ഇവിടെ കുറച്ച് വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു അരക്കപ്പൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം എന്നിട്ട് ലാസ്റ്റ് വെള്ളം ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് വെള്ളം വറ്റിച്ച് എടുത്താൽ മതി. അപ്പം ഞാൻ ഒരു അരക്കപ്പോളം വെള്ളം ഇപ്പോൾ എന്തായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചേർത്ത് മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ട് ഇതൊന്ന് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുക. ഒരു 10-15 മിനിറ്റോളം എടുക്കും. 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് കിട്ടും. നമ്മൾ നീളത്തിൽ ചെറുതായിട്ടാണല്ലോ കട്ടാക്കി എടുത്തിരിക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 കപ്പിൽ കുറച്ച് കൂടുതലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങയിലേക്ക് നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, പിന്നെ 2 പച്ചമുളക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഒരു 3 പച്ചമുളക്, 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മക്കൾക്ക് കൂടി കൊടുക്കുന്നതുകൊണ്ട് തന്നെ 2 പച്ചമുളകായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ജീരകം മറിഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ആട്ടോ, ഒരു 5-6 ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി കൂടുതൽ വേണ്ടവർക്ക് അത്രയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 7 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ ഉള്ളിയും കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് ഫുള്ള് ഇങ്ങനെ അരഞ്ഞ് മിക്സായി വരണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒതുക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇവിടെ മൂടി തുറന്നപ്പോഴത്തേക്കും വെജിറ്റബിൾസൊക്കെ ഒന്ന് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. വെള്ളം വറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഈ വെള്ളം കംപ്ലീറ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് ഞാനിവിടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഈ അരപ്പൊക്കെ ഒന്ന് ചൂടായി നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ ഈ അരപ്പൊന്ന് പിടിച്ച് വരുന്നത് വരെ നമ്മളിതൊന്ന് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. ഒന്ന് നല്ല രീതിയിൽ ഈ വെജിറ്റബിൾസിൽ ഈ അരപ്പൊക്കെ ഒന്ന് മിക്സായി വരണം.
wanna do the thing. I don't wanna have you. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ആയപ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് കറിവേപ്പില ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ഒരു കറിവേപ്പിലേൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും കേട്ടോ. അതിനുശേഷം തൈര് നമ്മുടെ കട്ട തൈരുണ്ടല്ലോ, അത് ഞാനൊരു 2 ടേബിൾ സ്പൂണ് തൈര് ചേർത്തിട്ട് പിന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. തൈര് ചേർത്തിട്ട് ഓവറായിട്ട് ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരണം, അത്ര മാത്രമേ ഉള്ളൂ. ഈ തൈരൊന്ന് മിക്സായി ഈ വെജിറ്റബിൾസിലൊക്കെ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ഈ തൈരൊക്കെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് മിക്സ് ആക്കണ്ട, അടച്ച് വെച്ചിരിക്കുക. അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് അപ്പം മൂടി തുറന്ന് ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോഴേക്കും നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.